ഹലോ അസ്സാം വലൈക്കും. നോർത്ത് സ്ട്രീറ്റ് ഫുഡിലെ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് ബിരിയാണിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ പുതിയ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് ബിഗിനർ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ബിരിയാണി എങ്ങനെ തയ്യാറാക്കി എടുക്കുക ഈ വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ച് ആക്കിക്കോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സ്വയം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ. പിന്നെ തൊട്ടവിടെ ഓളിൽ ക്ലിക്ക് ചെയ്താൽ മതി ബെല്ലൈക്കൺ. അപ്പോൾ എല്ലാ വീഡിയോത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും. അപ്പോൾ നമ്മുടെ നേരെ വീഡിയോ തുടങ്ങുക. അപ്പോൾ ഞാനിവിടെ ഒരു 750 ഗ്രാം ഇവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി വാഷ് ആക്കിയിട്ട് വെള്ളം ഇതൊക്കെ നന്നായി ഡ്രെയിൻ ആക്കിയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മസാല തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഇവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും മല്ലിയില, പുതിനയില ഇവിടെ ഒരുമിച്ച് എടുത്തിട്ട് ഒരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളക്, ഒരു പിടി ഇഞ്ചി, 1.5 പിടി വെളുത്തുള്ളി, പിന്നെ കുറച്ച് ആവശ്യത്തിൽ മല്ലിയില, പുതിനയില ഇതൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിൽ ഇത്തിരി വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് തന്നെ. പക്ഷേ ഇതിലേക്ക് ഞാൻ പുതിന, മല്ലിയില ഇതൊക്കെ ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് എല്ലാ ഫ്ലേവേഴ്സ് നല്ല മാത്രം നമുക്ക് ചിക്കനോ മീറ്റോ എന്തായാലും നന്നായി പിടിക്കും. അപ്പോൾ ഇതാ ഞാൻ ബിരിയാണിക്ക് ഇതേപോലത്തെ ഞാൻ പേസ്റ്റ് തയ്യാറാക്കി എടുക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂണായിട്ട് ഇതിലേക്ക് ഈ പേസ്റ്റ് നമുക്ക് ചേർത്തി കൊടുക്കണം. പിന്നെ 1.5 ടീസ്പൂൺ ഞാനിപ്പോൾ ആവശ്യത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ ഉപ്പ് ചേർത്താൽ മതിയാവും. പിന്നെ 2 ടീസ്പൂണായിട്ട് നല്ല എരിവായിട്ട് മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൊടി തന്നെ, പിന്നെ 4 ടീസ്പൂണായിട്ട് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണായിട്ട് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണായിട്ട് ഗരം മസാല പൊടി, 1 ടീസ്പൂണായിട്ട് ചെറിയ ജീരകം പൊടിച്ചത് അത് 1 ടീസ്പൂൺ ആ പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു പകുതി നാരങ്ങ, ഒരു 1/2 ലൈം ജ്യൂസ് ഇതിലേക്ക് ചേർത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ട് ചിക്കനിൽ മസാല പുരട്ടി വെക്കണം. നന്നായിട്ട് മാരിനേഷൻ ആക്കി വെക്കണം കേട്ടോ. നമുക്ക് മാരിനേറ്റഡ് ആക്കി വെക്കണം ചിക്കനിൽ. അപ്പോൾ നമുക്ക് സ്പൂണിൽ ചെയ്ത് ശരിയാവില്ല. അപ്പോൾ നന്നായിട്ട് നമ്മുടെ കയ്യെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് ഇതേപോലത്തെ ചിക്കനിലെ എല്ലാ മസാല നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കണം. അപ്പോൾ ഇതേപോലത്തെ ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസറിൽ വെക്കേണ്ട. അല്ലെങ്കിൽ മാക്സിമം ഒരു 3/4 മണിക്കൂർ നമ്മുടെ സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇനി ഇവിടെ ഞാനിത് 4 വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലത്തെ മേലത്തെ ഭാഗത്തിൽ ഇതേപോലത്തെ നമുക്ക് നീളത്തിൽ ഞാൻ സ്ലൈസാക്കി എടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നടുവിലത്തെ ഭാഗമല്ലേ അത് ഞാൻ ഗ്രേവിക്കായിട്ട് അവിടെ സൈഡിലേക്ക് ചോപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കടായി എടുത്തിട്ട് ഇതിലേക്ക് 150 ml ഞാനിവിടെ ഓയിൽ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുത്തിട്ടില്ല, ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ ഇതിലേക്ക് മെജർമെൻറ്റ് ഇതൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിൽ ഇതിന് കാഷ്നട്ടോ പിന്നെ അണ്ടിപ്പരിപ്പോ പിന്നെ കിഷ്മിഷ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ ചേർത്താൽ മതിയാവും. ഇതിലേക്കൊന്നും മെജർമെൻറ്റ് ഇതൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഇത് ഓപ്ഷണലാണ്. പിന്നെ ഇതേപോലത്തെ ഞാനിത് ഇതേപോലത്തെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇതെല്ലാം തന്നെ നമ്മൾക്കിങ്ങനെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് പെട്ടെന്ന് കറങ്ങി പോവില്ല, ഒന്നുമില്ല, പെട്ടെന്ന് എടുക്കാം ചെയ്യാം. ഇനി നമ്മൾക്ക് വെല്ലുള്ളി നമ്മൾക്ക് ഇതേപോലത്തെ നമുക്ക് സ്ലൈസ് ആക്കി വെച്ചല്ലേ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയണ്ടേ എങ്ങനത്തെ സ്ലൈസ് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ നമ്മൾക്ക് സ്ലൈസ് ആക്കി വെച്ചത് ഉള്ളി നമ്മൾക്ക് ഇനി ഇതേപോലത്തെ ഹൈ ഫ്ലെയിമിൽ നമ്മൾക്ക് അവിടെ തന്നെ നിന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾക്ക് ഇതേപോലത്തെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. പക്ഷേ നിങ്ങൾക്ക് ഉള്ളി ഇതിലേക്ക് ചേർത്തിട്ട് എന്തെങ്കിലും വേറെ പനിയിൽ ഇതൊന്നും നിൽക്കണ്ട. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഇതേപോലത്തെ ഈക്വലായിട്ട് നമുക്ക് ഉള്ളി ഫ്രൈ ആയി കിട്ടണില്ല. ഇത് പ്രത്യേകിച്ചിട്ട് ഞാനിപ്പോൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഉള്ളിൽ ഒരു ചെറിയ വെള്ള കളർ കാണുമല്ലേ നമ്മൾക്ക്. ആ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ ഉള്ളി എടുത്തിട്ട് നമ്മൾക്ക് ഒരു പ്ലേറ്റിലാക്കിയിട്ട് നമ്മൾക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് ഇപ്പോൾ തൊടേണ്ട കൈയായിട്ട് നല്ല ചൂടുണ്ട് ഒരു സ്പൂണായിട്ട് നമ്മൾക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമ്മൾക്ക് ഇതേപോലത്തെ നല്ല ക്രിസ്പി ആയിട്ട് പിന്നെ അതിൽ ഉള്ളിത്തെ ചൂടുണ്ടല്ലേ ഉള്ളത് ചൂടായിട്ട് ആ ചൂടിൽ നമ്മൾക്ക് കുറച്ചുകൂടെ ബ്രൗൺ ആയിട്ട് കിട്ടും നമ്മൾക്ക്. അപ്പോൾ അതാണ് നമ്മൾക്ക് ആ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഉള്ളി സൈഡിലേക്ക് മാറ്റി വെക്കണം. പിന്നെ ഞാനിതിലേക്ക് ഓയിൽ നമ്മൾക്ക് ഇനി ആവശ്യമില്ല. ഞാനിപ്പോൾ ഓയിൽ നമ്മൾക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാൻ ഓയിൽ ഈ ചട്ടിക്ക് വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ഓയിൽ ഞാൻ വേറെ പാത്രത്തിലും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ നമ്മൾക്ക് നടുവത്തിൽ ഭാഗം കണ്ട എത്ര നീളമില്ല. അപ്പോൾ ഈ ഭാഗം നമ്മൾക്ക് ഗ്രേവിയിൽ എടുക്കുക. മേലത്തെ ഭാഗം ടോപ്പത്തെ ഭാഗം ഉണ്ടാവില്ലേ അത് നമ്മൾക്ക് സ്ലൈസ് ആക്കിയിട്ട് നമ്മൾക്ക് ഉള്ളി പൊറിച്ചെടുക്കുക. അപ്പോൾ ടോട്ടൽ 4 വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി നന്നായിട്ട് വെന്ത് വന്ന ശേഷം ഇതിലേക്ക്
നമ്മൾക്ക് തക്കാളി, അപ്പോൾ 2 തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് തക്കാളി നന്നായിട്ട് ഫ്രൈ ആയ ശേഷം നമ്മൾക്ക് നല്ല സോഫ്റ്റ് ആയ ശേഷം നമ്മൾക്ക് ഇനി ഇതിലേക്ക് ചിക്കൻ നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിൻ്റെ ഒന്നും പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നേരത്തെ നമ്മുടെ ചിക്കനിലെല്ലാം മസാല ആക്കി തേച്ച് വെച്ചാലേ ആ സമയത്ത് നമ്മൾക്ക് ആവശ്യത്തിൽ എല്ലാ പൊടി മസാലയും പിന്നെ നമ്മുടെ പേസ്റ്റ് എല്ലാം നമ്മുടെ ഇതിലേക്ക് ആക്കി വെച്ചതാണ്. ഇപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് ഒന്നും ഇല്ല, നമ്മൾക്ക് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എല്ലാ ചിക്കനും ഒരുമിച്ച് ഇതിലേക്ക് കൊട്ടിയിട്ട് നന്നായിട്ട് നമ്മൾക്ക് ഇനി ഫ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ വെള്ളം ഇതൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ തൈരും പിന്നെ ഈ ചിക്കൻ്റെ നീര് ഇതൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടല്ലേ, ആ ഗ്രേവി ആ വെള്ളം തന്നെ ഉണ്ട് കേട്ടോ. ഇതുവരെ ഞാൻ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് മിക്സിൻ്റെ ജാറോ പിന്നെ നമ്മൾക്ക് ചിക്കൻ ഏത് പാത്രത്തിൽ നമ്മുടെ മിക്സാക്കി വെച്ചാൽ അതിൽ ഇതൊക്കെ കഴുകിയിട്ട് വാഷാക്കിയിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ജസ്റ്റ് പിന്നെ 1/2 കപ്പ് മാത്രം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു ബിരിയാണിൻ്റെ ചോറ് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാൻ നമ്മൾക്ക് ഫ്രൈ ആക്കി വെച്ചിട്ട് ഓയിലല്ലേ ഉള്ളി, ആ ഓയിൽ ഇതിലേക്ക് ചേർത്തിട്ട് ഇനി നമ്മുടെ ഇതിലേക്ക് ഹോൾ പൈസസ് പിന്നെ 2 സ്റ്റിക്ക് പട്ട, ഒരു പൂ മറ്റേ സ്റ്റാർ അനീസ്, ഒരു 3-4 ഏലക്ക, പിന്നെ ഗ്രാമ്പു, പിന്നെ മറ്റേ ബേ ലീഫും പിന്നെ നമുക്ക് ഒരു പിടി നമ്മൾക്ക് മാറ്റി വെച്ചിട്ട് വെല്ലുള്ളി, ഇത്രയും മതിയിട്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് തോനായിട്ട് വെല്ലുള്ളിൻ്റെ ഇതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ഒരു പിടി ഉള്ളി മാത്രം മതിയിട്ട് നമ്മൾക്ക് ഇനി നന്നായിട്ട് നമുക്ക് ഫ്രൈ ആക്കിയ ശേഷം ഇതിലേക്ക് ഇനി ഞാനിപ്പോൾ 3 ഗ്ലാസ് ഞാൻ അരി എടുത്തിട്ടുണ്ടല്ലേ, അപ്പോൾ ഞാൻ ഇതിലേക്ക് 3.5 ഗ്ലാസിൻ്റെ അടുത്ത് ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് അപ്പം നമ്മൾക്ക് നെയ്ച്ചോറ് ഇത് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് അരിൻ്റെ കണക്ക് വേറെ കേട്ടോ വെള്ളത്തിൽ. പക്ഷെ നമ്മുടെ ഇന്ന് ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ദമ്മിലാക്കി കൊടുക്കാൻ കാരണം നമ്മൾക്ക് ഈ ബിരിയാണീൻ്റെ ഈ അരിക്ക് കണക്ക് വേറെ. അപ്പോൾ ഞാനിവിടെ റോയൽ കുക്ക് അരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4-5 പ്രാവശ്യം കഴുകിയിട്ട് ഒരു 20 മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നമ്മുടെ സോക്ക് ചെയ്യാൻ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒരു തള വന്ന ശേഷം ഇതിലേക്ക് നമ്മുടെ ഇനി അരിയെല്ലാം ഇതിലേക്ക് ചേർത്തിട്ട് ഇനി നന്നായിട്ട് തളിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് പ്ലേറ്റ് മൂടി വെച്ചിട്ട് നമുക്ക് വെള്ളം വെട്ടിച്ച് ഒന്ന് വേറെ നമ്മൾക്ക് ഒന്ന് ജസ്റ്റ് പക്ഷെ തുറന്ന് നോക്കാനായിട്ട് പെട്ടെന്ന് വെള്ളം വെട്ടിച്ച് പോയാൽ പിന്നെ അടിയിൽ ചോറ് ഇതൊന്നും പിടിക്കണ്ട. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു പ്രാവശ്യം അടിയിൽ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 ഗ്ലാസ് അരിക്ക് 3.5 ഗ്ലാസ് തന്നെ വെള്ളം ചേർത്തിട്ടുണ്ട്. അത് കാരണം നമ്മൾക്ക് ഇനി ഒരു 70% നമ്മൾക്ക് അരി വേവ് കിട്ടണം കേട്ടോ. നമ്മൾക്ക് ഒരു 30% വേവ് നമ്മൾക്ക് ഒന്ന് 30% വേവ് നമ്മൾക്ക് ബാലൻസ് വെക്കണം. അതങ്ങനെ ചെയ്യാൻ കാരണം നമ്മൾക്ക് ബിരിയാണിയിൽ ദമ്മ കൊടുക്കുമ്പോൾ നമ്മൾക്ക് ആ അരി വേവിച്ച് കിട്ടും കേട്ടോ. നമ്മൾക്ക് ഇപ്പോൾ തന്നെ എല്ലാ അരിയും നമ്മൾക്ക് ഫുള്ളായിട്ട് വേവിച്ചെടുത്താൽ പിന്നെ നമ്മുടെ ദമ്മിലിടുമ്പോൾ നമ്മൾക്ക് അരി ഒരുപാട് കുഴഞ്ഞു പോവും. പിന്നെ നമുക്ക് ആ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ചോറ് അങ്ങനെ ഒട്ടിപ്പിടിക്കും, കട്ടായിട്ട് വരും. അത് കാരണം നമ്മൾക്ക് ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ കൂടി മെത്തേഡ് ഷെയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഞാൻ പകുതി അരി ചോറ് മാറ്റി വെച്ചിട്ടുണ്ട്, പകുതി ചോറ് ഞാൻ ഈ ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ മേലെ നമുക്ക് പുതിനയില, മല്ലിയില, ഫ്രൈ ആക്കിയത് ഉള്ളി, പിന്നെ നമുക്ക് ഉള്ളി ഫ്രൈ ആക്കി വെച്ചത് ഓയിലല്ലേ അത് 2 ടേബിൾ സ്പൂൺ ഇതിൽ മേലും, പിന്നെ നെയ്യിനെക്കാട് എനിക്ക് ഇഷ്ടമായത് നമ്മൾക്ക് ഈ ഉള്ളി ഫ്രൈ ആക്കി വെച്ചത് ഓയിലല്ലേ അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല അടിപൊളി ഫ്ലേവർ ഉണ്ടാവും. വർക്കിൽ നിങ്ങൾക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ നമുക്ക് ചിക്കൻ വിരിച്ച് കൊടുത്തിട്ട് ഗ്രേവി ഇതൊക്കെ അതിൽ മേലെ നമുക്ക് നന്നെ വിരിച്ച് കൊടുത്തിട്ട് ഇനി മേലെ ഭാഗം നമ്മൾക്ക് ബാലൻസ് ചോറ് ഇതിലേക്ക് മേലാക്കി കൊടുത്ത ശേഷം നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഒരു 2 സ്പിഞ്ചായിട്ട് നമ്മൾക്ക് ഗരം മസാല പൊടി ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിളാക്കിയിട്ട് ഇനി ഇതിൽ മേലെ അതേ പ്രോസസ്സ് തന്നെ സെയിം വെല്ലുള്ളി നമുക്ക് ഫ്രൈ ആക്കിയത് ഉള്ളി, ഈ ബിരിസ്ത, പിന്നെ പുതിനയില, മല്ലിയില, പിന്നെ അണ്ടിപ്പരിപ്പ്, കാഷ്നട്ട്, പിന്നെ അതേ സെയിം ഓയിൽ, പിന്നെ നെയ്യ് അത് നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾക്ക് ഇതിൽ മേലെ ചേർത്താൽ മതിയാവും. പിന്നെ നിങ്ങൾക്ക് കളർഫുൾ ബിരിയാണി വേണമെങ്കിൽ കുറച്ച് ഫുഡ് കളർ ഒന്ന് ആഡ് ചെയ്താൽ മതി. പക്ഷെ അത് ഓപ്ഷണൽ തന്നെ. ഇതിൽ ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ സാധാരണ ഇപ്പോൾ ആയിട്ട് ഞാനിപ്പോൾ കേരള സ്റ്റൈലിൽ ബിരിയാണി ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ കൂടെ ഷെയർ ആക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ സ്റ്റൈലിൽ സിമ്പിളായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട്, പക്ഷേ സിമ്പിളാണ്, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതേപോലത്തെ ഹെവി വെയിറ്റ് വെച്ചിട്ട്
ഒരു പാൻ വെക്കണം കേട്ടോ. ഇത് ചട്ടിൻ്റെ താഴെ അടി പിടിക്കേണ്ട. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ദമ്മ് കൊടുത്തിട്ട് പക്ഷെ അപ്പം തന്നെ തുറക്കാൻ നിൽക്കണ്ട. ഒരു അരമണിക്കൂർ നമ്മൾക്ക് ഇങ്ങനെ ചട്ടി ഓഫാക്കിയിട്ട് ഇങ്ങനെ ചട്ടി വെക്കണം. അപ്പോൾ എല്ലാം നമ്മുടെ അരി പിന്നെ ചിക്കനോ എല്ലാ ഫ്ലേവറും നന്നായി പിടിക്കും. അതിൽ ശേഷം നമ്മൾക്ക് ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നോക്കിക്കോ എല്ലാം അവിടെ മസാല കറക്റ്റായിട്ടുണ്ട്. നമ്മുടെ ചോറ് പാകത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, ഒന്നുമില്ല. നമ്മുടെ ബിരിയാണിൻ്റെ ഇപ്പോൾ സ്മെല്ല് നല്ല അടിപൊളി തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൽ മേലെ കുറച്ചുകൂടി നമ്മുടെ ഗാർണിഷൻ ആക്കണം. പക്ഷെ അത് ഒന്നും അങ്ങനെ ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. പക്ഷെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കണം. പക്ഷെ നല്ല അടിപൊളി. ഇതിൽ കൂടെ അച്ചാറോ പപ്പടമോ റൈത്ത എന്താണ് പക്ഷെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഒരു സലാഡ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാനിതൊക്കെ കൂടെ സാധാരണ ഇപ്പോൾ കുക്കുംബറോ വെല്ലുള്ളി പിന്നെ തൈര് ഇതൊക്കെ ആക്കിയിട്ട് അങ്ങനെ ചെറിയ സിമ്പിളായിട്ട് ഒരു സലാഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒരു കണ്ണ് മൂടിയിട്ട് നിങ്ങൾക്ക് ഒരു ബ്രഷ് ട്രൈ ചെയ്ത് നോക്കിക്കോ. വളരെ സിമ്പിൾ തന്നെ പക്ഷേ കളിക്കുമ്പോൾ മാഷല്ല നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കണ്ട. ഇനി നിങ്ങൾക്ക് ഏത് ഫ്ലേവറത്തെ ബിരിയാണി വേണം. പിന്നെ നോർത്തിൽ കുറേ വെറൈറ്റി ആയിട്ട് ബിരിയാണി ഉണ്ട്. അത് എന്ത് ഫ്ലേവറത്തെ ബിരിയാണി നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ട് പറയണം. പിന്നെ എനിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻ എനിക്ക് ബിരിയാണീൻ്റെ റെസിപ്പി വേണം പറഞ്ഞിട്ട്. പക്ഷേ ചെറിയ പ്രശ്നമായി കാരണം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ജസ്റ്റ് അടുത്ത വീഡിയോയിൽ ഞാൻ ശ്രമിക്കുന്നു ആ റെസിപ്പി നിങ്ങളുടെ കൂടെ ഞാൻ പെട്ടെന്ന് എത്രയും എനിക്ക് പെട്ടെന്ന് നിങ്ങളുടെ കൂടെ ഷെയർ ആക്കാൻ പറ്റുന്നുണ്ട് അത്ര ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ. ആ റെസിപ്പി കൂടെ നിങ്ങളെല്ലാവരും കൂടെ ഞാൻ ഷെയർ ആക്കും. ഇനി നിങ്ങൾക്ക് ഏത് റെസിപ്പി വേണം എനിക്ക് കമൻറ്റ് ചെയ്ത് പറയണം. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് ഒരു റെസിപ്പി കൊണ്ടുവരാം. അപ്പോഴേക്കും എല്ലാവർക്കും നന്ദി. താങ്ക് യു. സ്റ്റേ ഹാപ്പി.